സ്ത്രീകൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്കൊരു ജോലി ലഭിക്കാവുന്ന ഒരു ക്വാളിഫിക്കേഷൻ, അത് ഡിപ്ലോമ ആവട്ടെ, ബിടെക് ആവട്ടെ, ഡിഗ്രി ആവട്ടെ, നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു ക്വാളിഫിക്കേഷൻ സെറ്റ് ചെയ്യണം. ഒരു വർഷമെങ്കിലും നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യണം. 5-10 വർഷങ്ങൾക്ക് ശേഷം ഡിവേഴ്സ് ആയ ഒരുപാട് സ്ത്രീകൾ ഇന്ന് മതിയായ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട്, നിങ്ങളുടെ പങ്കാളിയെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചൂസ് ചെയ്യുക. മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വേണ്ടി ഒരിക്കലും ചൂസ് ചെയ്യരുത്. ഇന്ന് പല വിവാഹങ്ങളും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്തതുകൊണ്ടാണ്. വിവാഹത്തിന് മുമ്പ് ലൈഫ് പാർട്ട്ണറുടെ ഏജ് പ്രൂഫ് ചെക്ക് ചെയ്യണം. വിവാഹം കഴിഞ്ഞതിന് ശേഷം ആണ് എന്നെക്കാളും 10-15 വർഷം ഏജ് കൂടുതലാണെന്ന് തിരിച്ചറിയുന്നത്. ഇന്നൊരു 50% ഡൈവേഴ്സ് നടക്കുന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ടാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ പങ്കാളിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾ പഠിക്കണം. ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യരുത്. അവരുടെ ക്യാരക്ടറെ പറ്റി പഠിക്കണം. അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ അവരുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നിങ്ങൾ അവരുടെ ക്യാരക്ടർ തിരിച്ചറിയേണ്ടതുണ്ട്. വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള ആഭരണങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ആ ബില്ലുകൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ഏതെങ്കിലും കാരണത്താൽ ആ ഗോൾഡ് തിരിച്ചെടുക്കാൻ വേണ്ടി കോടതിയിൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ ബില്ലുകൾ ഒരു വാലിഡ് എവിഡൻസ് ആണ്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ രേഖകളിൽ ഹസ്ബൻഡിന്റെ പേര് ചേർക്കാതിരിക്കുക. മാരേജ് സർട്ടിഫിക്കറ്റ് 1 വർഷം മുതൽ 5 വർഷം വരെ 200 രൂപ ഫൈൻ അടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും കാരണത്താൽ ഡൈവേഴ്സ് നടക്കുകയാണെങ്കിൽ ഈ രേഖകൾ വീണ്ടും തിരുത്തുന്നതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്.